ഹായ് ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മളിന്ന് പോകുന്നത് നഴ്സസ് ഡേ പ്രമാണിച്ച് നമ്മുടെ ബഹറിലുള്ള എല്ലാ ഹോസ്പിറ്റൽസും കൂടെ ചേർന്നിട്ടുള്ള നഴ്സസ് ഡേ സെലിബ്രേഷനിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ സൽമാനിയയിലുള്ള ഒരു മെർമറീസ് ഹോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോളുണ്ട്. അവിടെയാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ? ആ ഒരു ഡെക്കറേഷനും ഫ്ലവേഴ്സും ആ ഒരു ഫുള്ള് ആംബിയൻസ് നല്ല സൂപ്പറായിരുന്നു. അടിപൊളി പ്രോഗ്രാമും ആയിരുന്നു. കുറച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ കുറച്ച് ഡാൻസ് അങ്ങനെയൊക്കെയുള്ള ആദ്യം അങ്ങനത്തെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ ഗസ്റ്റുകളുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സ്കൂളിലൊക്കെ ചെയർമാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേഴ്സ് ഒത്തിരി ചേച്ചിമാരാണ് ഈ പറയുന്ന പോലെ നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട് അവിടെ കുറച്ച് പേര് നിൽപ്പുണ്ടായിരുന്നു. ഒരേപോലത്തെ സാരിയൊക്കെ ആയിട്ട് സെറ്റായി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ കൊളീഗായിട്ടുള്ള വിനോദിനും ഫാമിലിയാണ് വന്നത്. വിനോദിൻ്റെ വൈഫ് ദീപ്തി നേഴ്സാണ്. അപ്പോൾ അവൾക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഈ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ ഗസ്റ്റുകളുണ്ടായിരുന്നു. ഈ പറയുന്ന നേഴ്സുമാരുടെ ഫാമിലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നഴ്സ് ഡേ ഇവിടെ ഇപ്പം കാണിക്കുന്ന കൂടുതലും ഇത്ര വർഷം ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത നഴ്സുമാർക്കൊക്കെ അവാർഡ് കൊടുക്കുന്ന ഒരു സെറമണിയാണ് ഈ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇഷ്ടംപോലെ ഇപ്പോൾ 19, 20, 30, 40, 42 വർഷം വരെയൊക്കെ സ്റ്റിൽ ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് നിൽക്കുന്ന ഇഷ്ടംപോലെ നഴ്സുമാരുടെ ഒരു അവാർഡ് സെറമണി ആയിരുന്നു. പക്ഷേ നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഇത്ര വർഷം വർക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസുകൾ ഒത്തിരിയും നഴ്സുമാർ അവിടെ ഉണ്ടായിരുന്നു. നമുക്കും ഇതുപോലെ എല്ലാം കൂടുതലും മലയാളീസാട്ടോ, മല്ലൂസാണ് കൂടുതലും. അങ്ങനെ ഒത്തിരിയും പേരുണ്ടായിരുന്നു. 40, 42 വർഷം എന്നൊക്കെ പറയുമ്പം ഒരു ലൈഫിലെ ഏകദേശം ഒരു നല്ലൊരു പീരീഡ് ഓഫ് ടൈമാണ് നമ്മൾ ആ ഒരു ജോബിന് വേണ്ടി സ്പെൻഡ് ചെയ്തേക്കുന്നത്. ഫോർ ദ ഫാമിലി. നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണല്ലോ. അങ്ങനെ ഒത്തിരിയും നേഴ്സുമാർ ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷം ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തവരുടെ ഡീറ്റെയിൽസ് നമ്മൾ സ്ക്രീനിൽ ഫോട്ടോയും അതുപോലെ തന്നെ അവർ ഇത്ര വർഷം വർക്ക് ചെയ്തു, ഏത് ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ള ഡീറ്റെയിലൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ ഒത്തിരിയും ഈ പറഞ്ഞ പോലെ ഇത്രയും നഴ്സുമാരൊക്കെ നമ്മുടെ ബഹറിൽ മലയാളീസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഹാപ്പി ആണല്ലോ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി പറഞ്ഞ പോലെ എല്ലാവരുടെയും ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. കൊച്ചുമക്കൾ അവരൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ്. കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഇപ്പം 40 വർഷം എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കും, നല്ലൊരു ഏജിൽ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്ന് കയറിയ ആൾക്കാരാണ്. അപ്പം അതൊക്കെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സൈഡിലിരിക്കുകയാണ്. ഇവരുടെയൊക്കെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഈ പറയുന്ന പോലെ മൊമെൻറ്റവും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഇത്ര വർഷം ഇന്ന് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. സൈഡിൽ അതൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബഹറിനുള്ള ഫുൾ ഹോസ്പിറ്റൽ റിഗാർഡ് ചെയ്തിട്ടുള്ളത് ഒരു പ്രോഗ്രാമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ എല്ലാ ഹോസ്പിറ്റലിൻ്റെയും ചീഫ് പേഴ്സൺസ് തൊട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു ഗസ്റ്റായിട്ട്. അതൊക്കെ നല്ല ഒരു രീതിയായിരുന്നു. കാരണം നഴ്സ് ഡേയിൽ ഇത്രയും നല്ലൊരു പ്രോഗ്രാംസൊക്കെ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. വിശിഷ്ടാതിഥികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനൊരു പ്രോഗ്രാമിൽ ഞങ്ങളും അങ്ങനെ നഴ്സസ് ഡേ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാംസിൽ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ അത് നമുക്കൊരു പുതിയൊരു അനുഭവം തന്നെ ആയിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. പിന്നെ അവരുടെ ടൈമാണല്ലോ, അവർക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലെങ്കിൽ അവരെങ്ങനെയായാലും പരിചയപ്പെട്ടോളും. അങ്ങനൊരു ഗുണമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ട്സ് ആവുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും പരിചയപ്പെടലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്ത് അപർണ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ്. അപ്പം ചേച്ചിയായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. ജസ്റ്റ് പ്രോഗ്രാമിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ടൈം പോയതേ അറിഞ്ഞില്ല.
കണ്ടില്ലേ, സൂസമ്മ ജോർജ് 40 വർഷം. അതൊക്കെ ഒരു വലിയ പീരിയഡ് ഓഫ് ടൈമാണ് അല്ലേ, നമ്മുടെ ലൈഫിൽ വലിയൊരു പീരിയഡ് ഓഫ് ടൈമാണ് നമ്മൾ ഈ ഒരു പ്രവാസ ജീവിതത്തിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത്. ഈ നേഴ്സ് ആൻറ്റിയൊക്കെ 40 വർഷം 37 വർഷമൊക്കെ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ വർക്ക് ചെയ്തവരാണ്. അപ്പം ഞാൻ ജനിക്കുമ്പോഴൊക്കെ അമ്മയെന്ന് വെച്ചാൽ അമ്മ പ്രസവിക്കുന്ന ടൈമിലൊക്കെ ഈ ആൻറ്റി അവിടെ ഉണ്ട് അല്ലേ. എന്നെയും പ്രസവിച്ചത് സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലായിരുന്നു. അപ്പം ഞാനൊക്കെ അതൊക്കെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഒരു ഹെൽപ്പിന് ഈ ആൻറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എന്ത് നല്ല എക്സ്പീരിയൻസ് ഒക്കെ, ഇത്രയും വർഷം ഒരേ ഹോസ്പിറ്റലിൽ 40 വർഷമൊക്കെ ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അങ്ങനെ പിന്നെ അവാർഡ് സെറമണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ ബൊഫറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു, സ്വീറ്റ്സും ഡെസേർട്ടും മെയിൻ കോഴ്സും എല്ലാം കൂടെ ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒത്തിരി സാലഡ് ഐറ്റംസും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ബൊഫറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൊഫറ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെയൊക്കെ പതുക്കെ ഞങ്ങളങ്ങ് ഇറങ്ങി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു വിശേഷം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.